Welcome back to our exploration of psychology. ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ നമ്മുടെ ഫോക്കസ് സ്ലൈറ്റ്ലി ഒന്ന് ഷിഫ്റ്റ് ചെയ്യുവാണ്. സൈക്കോളജിയുടെ തന്നെ ഒരു എന്താ പറയേണ്ടത് മൂലക്കല്ലായ ഒരു ഫണ്ടമെന്റൽ കോർണർ സ്റ്റോൺ ആയ ബിഹേവിയറിലേക്ക് നമുക്കൊന്ന് കടക്കാം. അപ്പോൾ നമുക്കറിയാം സൈക്കോളജി ഇസ് ദ സയൻസ് ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ. സോ ഇഫ് psychology is the science of mind and behavior, then understanding what we mean by behavior is not just essential, പക്ഷേ അതൊരു ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നമ്മൾ ഇത് മനസ്സിലാക്കിയെങ്കിലാണ് നമുക്ക് തുടർന്നുള്ള അങ്ങോട്ടുള്ള ലെസൺസിൽ കുറേ അധികം ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ലെവലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഹേവിയർ എന്ന് പറയുമ്പോഴത്തേക്ക് it includes all actions and reactions of living organisms. ലിവിങ് ആയിട്ടുള്ള ഏതൊരു ഓർഗാനിസത്തിനെ എടുത്തിരുന്നാലും അതിൻ്റെ ആക്ഷൻസും റിയാക്ഷൻസും കംപ്ലീറ്റ് ഇതിനകത്ത് ഉൾപ്പെട്ട ഒരു സംഗതിയാണ്. പക്ഷേ ഏത് തരത്തിലുള്ള ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ്? ദോസ് ദാറ്റ് വി ക്യാൻ ഒബ്സർവ് ആൻഡ് മെഷർ. അല്ലെ, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നതും നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്ന സംഗതികളും. ഇത് കൂടാതെ ആ കോംപ്ലക്സ് ആയിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നടക്കുന്ന ആ ഒരു എന്താ പറയണ്ടേ ഇന്റേണൽ പ്രോസസ്സസ് ഉണ്ടല്ലോ. ഈ ഇന്റേണൽ പ്രോസസ്സസ് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഒബ്സർവ് ചെയ്യാനും മെഷർ ചെയ്യാനും കഴിയുന്ന ഒരുപാട് ഘടകങ്ങൾ നമുക്ക് ബിഹേവിയർ എന്ന് പറയുന്നതിൽ കാണാനായിട്ട് കഴിയുക. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് വാട്ട് വി ഡു, ഇറ്റ് ഈസ് ഓൾസോ അബൌട്ട് വൈ വി ഡു ഇറ്റ്. അല്ലെ, നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് മാത്രമല്ല, എന്തുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നു, പല സാഹചര്യത്തിൽ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിൽ എങ്ങനെ നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നു, എന്തൊക്കെയാണ് ആ ഇന്റേണൽ ആയിട്ടും ആ എക്സ്റ്റേണലും ആയിട്ടുള്ള ഫോഴ്സസ് നമ്മുടെ ഈ ഓരോ ആക്ഷൻസിനെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ ദിസ് പാർട്ട് ഓഫ് ദ കോഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ആക്ച്വലി delves into the multi-dimensional nature of behavior. ബിഹേവിയറിന്റെ നേച്ചർ മൾട്ടി ഡയമെൻഷനൽ ആണ്. എങ്ങനെ ഇത് എമേർജ് ചെയ്യുന്നു, എങ്ങനെ ഇത് ഉടലെടുക്കുന്നു, എങ്ങനെ ഇതിന്റെ ആ ഒരു ഇന്ററാക്ഷൻ ഓഫ് ബയോളജിക്കൽ മേക്കപ്പ് എങ്ങനെയാണ്, അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ബയോളജിക്കൽ മേക്കപ്പിന്റെ ഇന്ററാക്ഷൻ മുതൽ തുടങ്ങി സൈക്കോളജിക്കൽ മെക്കാനിസംസ് എങ്ങനെ പ്രവർത്തിക്കുന്നു, ആൻഡ് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ എൻവയൺമെന്റ് എങ്ങനെ അതിനെ സ്വാധീനിക്കുന്നു എന്നുള്ളത്. So we need to start actually from the chemical balances in our brains to the emotional states that actually make up our experiences. അല്ലെ, നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ്സ് നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസസ് രൂപപ്പെടുത്തി എടുക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ കൾച്ചറും ഇതിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കൾച്ചറാണ് പലപ്പോഴും നമ്മുടെ റെസ്പോൺസസിനെ ഷേപ്പ് ചെയ്യുന്നത്. കൾച്ചറാണ്. കാരണം നമ്മുടെ കൾച്ചറിൽ നിന്നുകൊണ്ട് എങ്ങനെ നമ്മൾ സോഷ്യലി നമ്മൾ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ rather we could say that behavior is a very rich tapestry that is woven from countless threads. ഒരു പീസ് ഓഫ് ക്ലോത്ത് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതിക്കോളൂ. ആ ഒരു പീസ് ഓഫ് ക്ലോത്ത് എങ്ങനെയാണ് ബിഹേവിയർ, ആ ഒരു പീസ് ഓഫ് ക്ലോത്ത് ആണെങ്കിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന എണ്ണമറ്റ നൂലുകൾ ആണ് മറ്റ് ഘടകങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദാറ്റ്സ് വൈ ഇറ്റ്സ് റിയലി വെരി റിച്ച്. ഇത് കൂടാതെ വി വിൽ ഓൾസോ ലുക്ക് അറ്റ് വാട്ട് ആർ ദ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ. അതിന്റെ കോംപ്ലക്സിറ്റി ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. അതിന്റെ വേരിയബിലിറ്റി, അതിന്റെ സ്റ്റെബിലിറ്റി. നമ്മളത് വേരിയബിൾ ആണെന്ന് പറയുന്നത് അറ്റ് ദ സെയിം ടൈം അതിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. അത് ഗോൾ ഓറിയന്റഡ് ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ ഇന്ററാക്ട് ചെയ്താണ് ശരിക്കും നമുക്ക് എന്താ പറയേണ്ടത്, ആ ഒരു ഹ്യൂമൻ ആക്ഷൻ എങ്ങനെയാണ് എന്നുള്ള ആ ഒരു ഹ്യൂമൻ ആക്ഷന്റെ പാറ്റേൺ വരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. And by the end of this section, you will actually understand, or you will see that behavior is not something static. അതായത് അത് ബിഹേവിയർ എന്ന് പറയുന്നത് അത് ഒരേപോലെ നിലനിൽക്കുന്നതല്ല, അല്ലെങ്കിൽ സിമ്പിൾ അല്ല. പക്ഷേ അത് ഡൈനമിക് ആണെന്നും അതൊരു മൾട്ടി ഫെസറ്റഡ് ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ് എന്നുള്ള ആ ഒരു സത്യാവസ്ഥയെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കും. So let's dive right into the lesson. Okay, so here now we will discuss the nature and characteristics of behavior. So let's see. Behavior ne namakku ആദ്യം we will try and understand what behavior is എന്നുള്ളത്. അപ്പം ഈ സൈക്കോളജിക്കൽ സയൻസിന്റെ ഹൃദയഭാഗം തന്നെയാണ് ബിഹേവിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
അപ്പൊ അതിന്റെ ഏറ്റവും ആ ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു കൺസെപ്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഹേവിയർ റെഫേഴ്സ് ടു ദ സം ഓഫ് ഓൾ ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ ആക്ഷൻസ്. അതാണ് ബിഹേവിയർ ഇൻക്ലൂഡ്സ് ഓൾ ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ ആക്ഷൻസ്. അപ്പോൾ ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ, അതിനകത്ത് എന്താ പറയേണ്ടത്, വോളണ്ടറി ആയിട്ടുള്ളതും വരും, ഇൻവോളണ്ടറി ആയിട്ടുള്ളതും അതിനകത്ത് വരും. ഇപ്പോൾ വോളണ്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, വോളണ്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ വേണമെന്നും പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇൻവോളണ്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരുപക്ഷെ നമ്മുടെ റിഫ്ലെക്സസ് ആകാം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത്, മനഃപൂർവ്വം അല്ലാതെ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളാകാം. അപ്പൊ ഈ വോളണ്ടറിയും ഇൻവോളണ്ടറിയും ആയിട്ടുള്ള ഈ ആക്ഷൻസ് ആണ് എന്താ പറയേണ്ടത്, ഈ ആക്ഷൻസും അതിനെ ഡ്രൈവ് ചെയ്യുന്ന അതിന്റെ ഇന്റേണൽ പ്രോസസ്സസും ആണ് ഈ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പം തുടക്കത്തിൽ അല്ലെങ്കിൽ വളരെ ഏർലി ആയിട്ടുള്ള സൈക്കോളജിക്കൽ മോഡൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഒബ്സർവബിൾ ആയിട്ടുള്ള ആ ക്യാരക്ടറിസ്റ്റിക്സിലായിരുന്നു അതിന്റെ ആ ഒരു ഫോക്കസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു കോണ്ടംപററി സൈക്കോളജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ കുറെ കൂടെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് വ്യൂ അവിടെ എടുക്കുന്നുണ്ട്. ആൻഡ് ആ കോണ്ടംപററി വ്യൂ എന്ന് പറയുന്നത് ഇറ്റ് കൺസിഡേഴ്സ് ബിഹേവിയർ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇൻട്രിക്കേറ്റ് ബയോളജിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് എൻവയറമെന്റൽ ഇന്ററാക്ഷൻ. അപ്പൊ ജസ്റ്റ് എന്താ പറയേണ്ടത്, ബയോളജിക്കൽ മാത്രമല്ല സൈക്കോളജിക്കലും അതിനകത്ത് വരുന്നുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ആ ഒരു ചുറ്റുപാട്, സാഹചര്യം, എൻവയറമെന്റൽ ഇന്ററാക്ഷൻസും അതിനകത്ത് വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ശരിക്കും നമുക്ക് പറയാം ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡയമെൻഷനൽ ആണ്. അല്ലിപ്പോ എന്തൊക്കെയാണ് ഈ മൾട്ടി ഡയമെൻഷനൽ ആയിട്ടുള്ള സംഗതികൾ ബിഹേവിയറിനെ ശരിക്കും തിട്ടപ്പെടുത്തിയെടുക്കുന്നത്, ഓർ വാട്ട് ആർ ദീസ് മൾട്ടി ഡയമെൻഷനൽ ഡിറ്റർമിനൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത് ദർ ഇസ് എ ബയോളജിക്കൽ ഇൻഫ്ലുവൻസ് എന്നുള്ളത് അല്ലേ. അപ്പോൾ ബിഹേവിയറിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു എന്താ പറയേണ്ടത്, ഫിസിയോളജിക്കൽ ബേസിസ് ഉണ്ട്. അതിൻ്റെ ന്യൂറോളജിക്കൽ സ്ട്രക്ചേഴ്സ്, ജനറ്റിക് പ്രീഡിസ്പൊസിഷൻസ് ആൻഡ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ബയോ കെമിക്കൽ പ്രോസസ്സസ്, ഇതെല്ലാം കൂടെ ചേർന്ന് തന്നെയാണ് ഒരു വ്യക്തി എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അത് ഒരു ഇന്റേണൽ സ്റ്റിമുലസിനുള്ള ഒരു റെസ്പോൺസ് ആകാം, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലൈക്കുള്ള ഒരു റെസ്പോൺസ് ആകാം. അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്കിതിലൂടെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. സോ വാട്ട് ആർ ദീസ് ബയോളജിക്കൽ ഇൻഫ്ലുവൻസസ്? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദ ഫസ്റ്റ് തിങ് ഇസ് ജെനറ്റിക്സ്. ജെനറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വാട്ട് വി അണ്ടർസ്റ്റാൻഡ് ഫ്രം ദാറ്റ് ഇൻഹെറിറ്റഡ് ട്രെയ്റ്റ്സ് അല്ലേ. എന്തൊക്കെയാണ് ഈ ഇൻഹെറിറ്റ് ചെയ്യുന്ന ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്? അത് നമ്മുടെ ടെമ്പറമെന്റിനെ എഫക്റ്റ് ചെയ്യും, ഇന്റലിജൻസിനെ എഫക്റ്റ് ചെയ്യും, ആൻഡ് മെന്റൽ ഇൽനെസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ജെനറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് എന്ന് പറയാം അല്ലേ. വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും ചില ട്രെയ്റ്റ്സിനെ. അതിലൊന്നാണ് ഈ ടെമ്പറമെന്റ് എന്ന് പറയുന്നത്, ഇന്റലിജൻസ് ആൻഡ് വൾണറബിലിറ്റി ടു മെന്റൽ ഇൽനെസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഒരു ട്വിൻ സ്റ്റഡീസ്, നമ്മൾ ആ ട്വിൻ സ്റ്റഡീസും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ട്വിൻ സ്റ്റഡീസ് ആൻഡ് ജീനോം വൈഡ് അസോസിയേഷൻ സ്റ്റഡീസ് നടത്തിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിച്ചു ദാറ്റ് ഹെറിഡിറ്ററി ആൻഡ് ബിഹേവിയറൽ ട്രെയ്റ്റ്സ് ആൻഡ് ഡിസോർഡേഴ്സ് ലൈക്ക് ഷിസ്നോഫേർണിയ, ബൈപോളാർ ഡിസോർഡർ, ADHD ഇതൊക്കെ റിലേറ്റഡ് ആണ് എന്നുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് ഫാക്ടർ ഇസ് ദ ന്യൂറോ കെമിസ്ട്രി. അപ്പോൾ ഇവിടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ കാര്യങ്ങൾ ഇത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ലൈക്ക് ഡോപ്പമിൻ, സെറോട്ടോണിൻ, ഇത് നമ്മുടെ മൂഡ് റെഗുലേറ്റ് ചെയ്യും, നമ്മുടെ മോട്ടിവേഷൻ ലെവൽസിനെ, ആൻഡ് ഓൾസോ ആ ഒരു എറൗസൽ, ഫോർ എക്സാമ്പിൾ സെക്ഷുവൽ എറൗസൽ, ഓക്കെ, അതിനെ എന്താ പറയേണ്ടത്, എഫക്റ്റ് ചെയ്യുന്നതാണ് ന്യൂറോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഡോപ്പമിൻ, സെറോട്ടോണിൻ ഒക്കെ ആക്ച്വലി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് എന്താ പറയേണ്ടത്, ഇതിന് ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോപ്പമിന്റെ കാര്യം എടുത്തു. ഡോപ്പമിൻ ഇസ് ആക്ച്വലി ഇംപ്ലിക്കേറ്റഡ് ഇൻ റിവാർഡ് സീക്കിംഗ് ബിഹേവിയർ. ഓക്കെ, നമുക്ക് ആ ഒരു എന്തെങ്കിലും ഒരു അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അഗെയിൻ ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഡോപ്പമിൻ ലെവൽസ്. ഓൺ ദി അതർ ഹാൻഡ് സെറോട്ടോണിൻ നമ്മൾ നോക്കുകയാണെങ്കിലോ നമ്മുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് സെറോട്ടോണിൻ. ഓക്കെ, ആൻഡ് ദെൻ കംസ് ദ ബ്രെയിൻ ഫങ്ഷൻ. അപ്പൊ ബ്രെയിനിലെ ചില റീജിയൻസ്
അമിഗ്ഡാല. അത് ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഏരിയ ആണ് അമിഗ്ഡാല എന്ന് പറയുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ദ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. അതാണ് നമ്മളെ ഡിസിഷൻസ് എടുക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ദ ഹിപ്പോ ക്യാമ്പസ്, ദാറ്റ് ഈസ് ദ മെമ്മറി. ഇതെല്ലാം ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത്. ആൻഡ് ദെൻ വി ഹാവ് ദി സൈക്കോളജിക്കൽ പ്രോസസ്സസ്. ഇവിടെ നമ്മൾ ബയോളജിക്കൽ പ്രോസസ്സസ് ആണ് നോക്കിയത്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. ആൻഡ് ദെൻ വാട്ട് ആർ ദ സൈക്കോളജിക്കൽ പ്രോസസ്സസ് ഹിയർ? ഒന്ന് cognition, the other one is emotion, and the third one that we have is motivation. See, processes like attention, perception, memory, നമ്മുടെ ആ ഒരു റീസണിങ്, പ്രോബ്ലം സോൾവിങ്ങിനുള്ള ആ ഒരു എബിലിറ്റി, ഇതെല്ലാം ഓരോ വ്യക്തികളെയും എന്താ പറയേണ്ടത്, അവരുടെ ആ ഒരു എൻവയൺമെന്റ്, അവരുടെ ആ ഒരു സാഹചര്യങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്യാനും അതിന് തക്കതായ ഒരു റെസ്പോൺസ് കൊടുക്കാനും നമ്മളെ സഹായിക്കുന്നതെല്ലാം കൊഗ്നിഷന്റെ ഭാഗമായിട്ട് വരുന്നു. ഇനി കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ഉണ്ടാകുമ്പോഴോ, ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ a cognitive distortion can lead to maladaptive behavior. Maladaptive behavior എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് കുഡ് ബി ഡിപ്രഷൻ ആകാം, ആങ്സൈറ്റി ആകാം. ഇതൊക്കെ മാലഡാപ്റ്റീവ് ബിഹേവിയേഴ്സ് ആണ്. അപ്പൊ അവിടെ ഒരു അതിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ കണ്ടീഷൻസിലേക്ക് പോകുന്നത്. ആൻഡ് ദെൻ ഫിസിയോളജിക്കൽ പ്രോസസ്സിൽ അടുത്തത് ആണ് ഇമോഷൻ. അപ്പൊ ഇമോഷൻ ഇവിടെ നമ്മുടെ ആ ഒരു പെർസെപ്ഷൻ, കാഴ്ചപ്പാടുകൾ, നമ്മുടെ ചോയ്സസ് ആൻഡ് സോഷ്യൽ ബിഹേവിയർ. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ആ ഒരു എൻവയൺമെന്റിൽ അഡാപ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോ ഈ ഇമോഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ദീസ് ആർ ദി എഫക്റ്റീവ് സ്റ്റേറ്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? അപ്പോ ഇത് നമ്മുടെ ആ ഒരു കാഴ്ചപ്പാടുകളെ എന്താ പറയേണ്ടത്, പല രീതികളിലേക്ക് മാറ്റി കൊണ്ടുവരുന്നുവെന്ന് മാത്രമല്ല, നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെയും നമ്മുടെ സോഷ്യൽ ബിഹേവിയറിനെയും ഒക്കെ ഇത് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇമോഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ദേ സെർവ് ആസ് സിഗ്നൽസ് ദാറ്റ് ഹെൽപ്പ് ഹ്യൂമൻസ് അഡാപ്റ്റ് ടു ദിയർ എൻവയറൺമെന്റൽ സെറ്റിംഗ്. And then we have motivation. So motivation again drives behavior via physiological and psychological needs. ഒന്ന് മാസ്ലോവിന്റെ ഹൈറാർക്കി നമ്മൾ പഠിക്കും, അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പം മോട്ടിവേഷൻ ആണ് ശരിക്കും ആ ഒരു നീഡ്സിനെ ഡ്രൈവ് ചെയ്യുന്നത്, അല്ലെ? നീഡ്സിനെ ഡ്രൈവ് ചെയ്യുന്നത് അതാണ് ഈ പറഞ്ഞതുപോലെ ഫിസിയോളജിക്കൽ ആകാം, സൈക്കോളജിക്കൽ നീഡ്സ് ആകാം. These act as forces that energize and ബിഹേവിയറിന് ഒരു ഡയറക്ഷൻ കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ബിഹേവിയറിനെ നയിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അടുത്തത് ആദി എൻവയറമെന്റൽ ഫാക്ടേഴ്സ്. എൻവയറമെന്റൽ ഫാക്ടേഴ്സിൽ വി ഹാവ് കൾച്ചർ, സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആൻഡ് സിറ്റുവേഷണൽ വേരിയബിൾസ്. ഇപ്പൊ കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം ഹിയർ, നമ്മുടെ കൾച്ചറൽ നോംസ്, നമ്മുടെ കൾച്ചറൽ വാല്യൂസ്, ഇത് ശരിക്കും ബിഹേവിയറിനുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് എന്ന് കണക്കാക്കിക്കോളുക, അല്ലെങ്കിൽ ചട്ടങ്ങൾ എന്ന് കണക്കാക്കുക. അതാണ് നമ്മുടെ കൾച്ചറൽ നോംസ്. നമ്മുടെ കൾച്ചർ അംഗീകരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, അത് തന്നെ നമ്മുടെ വാല്യൂസ് ആയിട്ട് മാറുന്നു, അല്ലെ? മൂല്യങ്ങൾ എന്ന് നമ്മൾ പറയുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതിന്റെ കാര്യം അവിടെ എടുക്കുക. ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ കൾച്ചറിന്റെ നോംസിലും നമ്മുടെ വാല്യൂസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്. ആ ഒരു അതോറിറ്റിയുടെ ഡൈനമിക്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതേപോലെ നമ്മുടെ മോറൽ ജഡ്ജ്മെന്റ്സ് ആക്ച്വലി ആ ഒരു എന്താ പറയേണ്ടത്, കൾച്ചർ അനുസരിച്ച്, ഒരു സൊസൈറ്റിയുടെ വാല്യൂസ് അനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. വാട്ട് ഇസ് മോറൽ ഫോർ മീ ഓഫ് മൈ കൾച്ചർ may not be something that is morally acceptable for somebody in another country who lives in a different culture എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് എന്താണ് ശരിക്കും സോഷ്യൽ കോണ്ടെക്സ്റ്റ്? എന്തൊക്കെ അതിനകത്ത് പെടും? നമ്മുടെ ഫാമിലി വരും, നമ്മുടെ പിയേഴ്സ് വരും, നമ്മൾ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ വരും, അതേപോലെ മീഡിയ. ഇതൊക്കെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ആ ഒരു ബിഹേവിയറൽ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കും എന്നുള്ളത്. സോഷ്യൽ ലേണിംഗ് തിയറി, പ്രത്യേകിച്ചും ആ ആൽബർട്ട് ബണ്ടൂറയുടെ ഒക്കെ വർക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് ഹൗ പീപ്പിൾ അക്വയർ ന്യൂ ബിഹേവിയേഴ്സ്. പുതിയ ബിഹേവിയേഴ്സ് എങ്ങനെ ഇമിറ്റേഷനിലൂടെ, ഒബ്സർവേഷനിലൂടെ ഒക്കെ പുതിയ ബിഹേവിയേഴ്സ് എങ്ങനെ പഠിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ആൽബർട്ട് ബണ്ടൂറയുടെ സ്റ്റഡീസിലൂടെ അദ്ദേഹം
ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ദ സിറ്റുവേഷണൽ വേരിയബിൾസ്. അപ്പൊ എന്താണ് ഈ ഒരു സിറ്റുവേഷണൽ വേരിയബിൾസ്? ദീസ് ക്യാൻ ചേഞ്ച്, ദീസ് ആർ ഡൈനമിക്, ദീസ് ആർ നോട്ട് സ്റ്റാറ്റിക് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റുകളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ സ്ട്രെസ് അവിടെ വരാം, നമ്മളൊരു ഗ്രൂപ്പിന്റെ ഭാഗമാണെങ്കിൽ ആ ഗ്രൂപ്പ് ഡൈനമിക്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ആൻഡ് ഓൾസോ ദി എൻവയറമെന്റൽ ക്യൂസ്, all these can alter behavior in unpredictable ways. അതാണ് വേരിയബിൾ ആയിട്ടുള്ള ആ ഒരു സംഗതികൾ നമ്മൾ പറയുമ്പോഴത്തേക്ക് ബിഹേവിയർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാത്ത രീതിയിൽ അത് അങ്ങ് മാറിയേക്കാം എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റ് സിംബാബ്വേയിൽ നടത്തിയത്, ഓക്കെ, അത് ഒരു വളരെ ഫേമസ് എക്സാമ്പിൾ ആണ് ഇതിന്. ഇറ്റ് ഇലസ്ട്രേറ്റഡ് ഓർ ഇറ്റ് ഷോഡ് ഹൗ സിറ്റുവേഷണൽ പ്രഷർ could override individual morality. ആ ഒരു സ്റ്റഡീസിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ ഒരു വ്യക്തി മോറൽ എന്ന് കൺസിഡർ ചെയ്തിരുന്നതിനെ ഓവർറൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്ത് മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അത് ആ സിറ്റുവേഷൻ അനുസരിച്ചാണ് എന്നുള്ളത്. ഓക്കെ, നൗ ലെറ്റ് us look at what are the key characteristics of behavior. അപ്പോൾ ഈ ബിഹേവിയറിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ആവശ്യമാണ്. കാരണം വി ഇനിഷ്യലി സെഡ് ദാറ്റ് ഇറ്റ് ഇസ് കോംപ്ലെക്സ് ആൻഡ് അറ്റ് ദ സെയിം ടൈം അത് വേരിയബിളും ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിലൊന്ന് അതിന്റെ കോംപ്ലെക്സിറ്റി തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ബിഹേവിയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് കുഡ് റേഞ്ച് ഫ്രം ഒരു സിമ്പിൾ റിഫ്ലെക്സിൽ നിന്ന്, ഒരു സിമ്പിൾ റിഫ്ലെക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്, ഒരു ചൂടുള്ള ഒരു സർഫസിൽ നമ്മുടെ കൈ പെട്ടെന്നൊന്ന് ടച്ച് ആയാലും നമ്മൾ പെട്ടെന്ന് കൈ വലിക്കാനുണ്ടാകുന്ന ആ ഒരു ടെൻഡൻസി, അതൊരു എന്താ പറയേണ്ടത്, ഒരു സിമ്പിൾ റിഫ്ലെക്സ് എന്ന് പറയാം. സോ ഇറ്റ് റേഞ്ചസ് ഫ്രം സിമ്പിൾ റിഫ്ലെക്സസ് ടു എലാബറേറ്റ് കൊഗ്നിറ്റീവ് ആക്ടിവിറ്റീസ്. വളരെ വലിയ കൊഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് ലൈക്ക് പ്രോബബ്ലി എന്താ പറയേണ്ടത്, ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന, ഇനി അതും അല്ലെങ്കിൽ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ റീസണിങ്ങിൽ ഒരു വ്യക്തി പങ്കെടുക്കുന്ന അല്ലെങ്കിൽ എൻഗേജ് ചെയ്യുന്ന. സോ ബിഹേവിയറിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഇറ്റ് കുഡ് ബി ആസ് സിമ്പിൾ ആസ് ദാറ്റ് ഓർ ഇറ്റ് കുഡ് ബി റിയലി വെരി 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 കോംപ്ലെക്സ്. അപ്പം ആ ഒരു റേഞ്ച് ഇപ്പൊ ഏകദേശം നമുക്ക് മനസ്സിലായല്ലോ, ആ ഒരു കോംപ്ലക്സിറ്റിയുടെ റേഞ്ച് എന്താണെന്നുള്ളത്. സിമ്പിൾ ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് നടക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അത് ബയോളജിക്കലി പ്രോഗ്രാംഡ് ആയിട്ടുള്ള സംഗതികളായിരിക്കും ഈ സിമ്പിൾ ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ് കോംപ്ലെക്സ് ബിഹേവിയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഗോൾ ഓറിയന്റഡ് ആണ്. ആൻഡ് അതിനെ ശരിക്കും പ്രാവർത്തികമാക്കുന്നത് നമ്മുടെ കൊഗ്നിഷൻ ആണ്. കൊഗ്നിഷൻ എന്താണെന്നുള്ളൊരു ചെറിയ ഐഡിയ ഞാൻ നേരത്തെ തന്നിരുന്നല്ലോ. കൊഗ്നിഷൻ ഇസ് വാട്ട് ആക്ച്വലി ഡ്രൈവ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കോംപ്ലെക്സ് ബിഹേവിയേഴ്സ്. ബിക്കോസ് എപ്പോഴും ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ കോംപ്ലെക്സ് ആക്ടിവിറ്റി, പക്ഷെ ദർ ഇസ് എ ഗോൾ ദറ്റ് യു വാണ്ട് ടു ഡു സംതിങ് നൈസ് എന്നുള്ളത്. ഓക്കെ, ആൻഡ് ദെൻ ഇൻഡിവിജ്വൽ വേരിയേഷൻ, ദാറ്റ്സ് അനദർ കീ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബിഹേവിയർ. അപ്പൊ ഇൻഡിവിജ്വൽ വേരിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഫിംഗേഴ്സ് ആർ നോട്ട് ദ സെയിം എന്ന് നമ്മൾ പറയുന്നത്. 5 വിരലുകൾ സെയിം അല്ല, 5 ഡിഫറെന്റ് ആണ് എന്ന് പറഞ്ഞതുപോലെ നോ ടു ഇൻഡിവിജ്വൽസ് ബിഹേവ് ഐഡന്റിക്കലി ഇൻ ഓൾ സിറ്റുവേഷൻ. എല്ലാ സാഹചര്യത്തിലും വ്യക്തികൾ ഒരേപോലെ പെരുമാറണമെന്നില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പൊ ഈ ഒരു വേരിയേഷൻ എവിടെ നിന്നാണ് വരുന്നത്? ഒന്ന്, അത് ഹെറിഡിറ്റിയിൽ നിന്ന് വരും. ഓക്കെ, അപ്പം എന്താ പറയേണ്ടത്, ജനറ്റിക് ആയിട്ടുള്ള ആ ഒരു എൻഡോവ്മെന്റ് ഈ പ്രീ ഡിസ്പൊസിഷൻസിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു ഘടകം ലേണിംഗ് ഹിസ്റ്ററീസ്. ലേണിംഗ് ഹിസ്റ്ററീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ്. എപ്പോഴും നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തുന്നത് ഒന്നുകിൽ നമ്മൾ നമ്മുടെ സ്വന്തം പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തും, ഇനി അതല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു കിട്ടുന്ന അറിവിൽ നിന്ന് നമ്മൾ എന്താ പറയേണ്ടത്, നമ്മൾ ആ ഒരു ഫ്യൂച്ചർ ആക്ഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ ബിഹേവിയർ നമ്മൾ ഡിറ്റർമിൻ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചില പാറ്റേൺസ് നമ്മൾ അങ്ങ് നിലനിർത്തും, റീഇൻഫോഴ്സ് ചെയ്യും. എന്നാൽ ചില കാര്യങ്ങൾ അത് വർക്കൗട്ട് ആയില്ല, അതുകൊണ്ട് നമ്മൾ അതിനെ തള്ളിക്കളയും, എക്സ്റ്റിങ്വിഷ് ചെയ്യും, കെടുത്തിക്കളയും എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് വരുന്നത് ടെമ്പറമെന്റ് ആൻഡ് പേഴ്സണാലിറ്റിയാണ്. സ്റ്റേബിൾ ആയിട്ടുള്ള ട്രെയ്റ്റ്സ്, ശരിക്കും എന്താ പറയേണ്ടത്, സ്റ്റേബിൾ ആയിട്ടുള്ള ട്രെയ്റ്റ്സ് ബിഹേവിയറിനെ അല്ലെങ്കിൽ ബിഹേവിയർ ടെൻഡൻസീസിനെ സ്വാധീനിക്കും. ഫോർ എക്സാമ്പിൾ എക്സ്ട്രാവേർഷൻ, ഒരു വ്യക്തി എക്സ്ട്രോവേർട്ട് ആണോ ഇൻട്രോവേർട്ട് ആണോ എന്നുള്ള കാര്യങ്ങൾ, അത് ആ ഒരു ടെമ്പറമെന്റും പേഴ്സണാലിറ്റിയുടെയും കൂടെ വരുന്നതാണ്.
അപ്പൊ നോക്ക് ഹൗ ഡൈവേഴ്സ് ഇറ്റ് ഇസ് ഓൾറെഡി എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഡൈവേഴ്സിറ്റി ദിസ് ഹാസ് ലെഡ് സൈക്കോളജിസ്റ്റ് ആ പേഴ്സണാലിറ്റി തിയറീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സൈക്കോളജിസ്റ്റിനെ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു ഡൈവേഴ്സിറ്റി തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് പലതരത്തിലുള്ള ഇന്റലിജൻസ് മോഡൽസ് ഉണ്ട്, സൈക്കോമെട്രിക് ടൂൾസ് ഉണ്ട്, അല്ലേ? നമുക്ക് ബിഹേവിയേഴ്സ് എങ്ങനെ വരും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനും ബിഹേവിയറൽ ഡിഫറൻസസ് മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഇന്റലിജൻസ് മോഡലും സൈക്കോമെട്രിക് ടൂൾസും ഒക്കെ എന്താ പറയേണ്ടത് ഈ ഒരു ഡൈവേഴ്സിറ്റിയെ ബേസ് ചെയ്താണ് അത് ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത്. ഇഫ് ഇറ്റ് വാസ് നോട്ട് ഡൈവേഴ്സ്, അത് എല്ലാവർക്കും ഒരേപോലെ ആയിരുന്നെങ്കിൽ പിന്നെ ഫർദർ സ്റ്റഡീസിന്റെ ആവശ്യം തന്നെ അവിടെ വരുന്നില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ദ സെയിം ഫോർ എവറി, അല്ലേ? ഇനി സ്റ്റെബിലിറ്റി ആൻഡ് ചേഞ്ച് ഇസ് ദ നെക്സ്റ്റ് കീ ഫാക്ടർ അല്ലെങ്കിൽ കീ ക്യാരക്ടറിസ്റ്റിക് എന്നുള്ളത്. സോ എങ്ങനെയാണ് സ്റ്റെബിലിറ്റി ആൻഡ് ചേഞ്ച്? അപ്പൊ ബിഹേവിയർ അത് ഒരു പരിധി വരെ കൺസിസ്റ്റൻസി എക്സിബിറ്റ് ചെയ്യും, ആൻഡ് ഇറ്റ് ഓൾസോ ഷോസ് സംതിങ് കോൾഡ് പ്ലാസ്റ്റിസിറ്റി. അപ്പൊ കൺസിസ്റ്റന്റും ആണ്, പ്ലാസ്റ്റിസിറ്റിയും ഉണ്ട് അവിടെ. അപ്പൊ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദിസ് ഇസ് ഒബ്സർവ്ഡ് ഇൻ വളരെയധികം എൻഡ്യൂറിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്, ഇനി അതല്ലെങ്കിൽ ഹാബിച്വൽ ആയിട്ടുള്ള റെസ്പോൺസസിലൂടെയാണ് ഈ സ്റ്റെബിലിറ്റി നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുക. ഫോർ എക്സാമ്പിൾ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആങ്സൈറ്റി, ഒരു ഉത്കണ്ഠ ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ അത് ആ ഒരു വ്യക്തിയിൽ പ്രോമിനന്റ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ട്രെയ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ചേഞ്ചിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഏതൊക്കെ ഘടകങ്ങൾ നമ്മൾ എടുക്കണം? തിങ്ക് അബൌട്ട് ലേണിംഗ്. നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ ഇവന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അണ്ടർഗോ ചെയ്യുന്ന തെറാപ്പീസിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതൊക്കെ വെച്ച് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുന്ന ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനോട് നമ്മുടെ റെസ്പോൺസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ലേണിംഗ് നോട്ട് എവറിബഡി ആർ ഏബിൾ ടു ഡു ഇറ്റ് ഇൻ ദ സെയിം വേ. അപ്പൊ ബിഹേവിയറൽ ചേഞ്ച് is actually the main factor to psychological interventions. Think about CBT, cognitive behavioral therapy. അത് ചില സിറ്റുവേഷൻസിൽ ആവശ്യമായിട്ട് വരുന്നു, അല്ലെ? അപ്പം മാലഡാപ്റ്റീവ് ആയിട്ടുള്ള പാറ്റേൺസ് അതിനെ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ CBT അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണത്? റീകണ്ടീഷൻ ചെയ്തെടുക്കുകയാണ്, അല്ലെ? അപ്പൊ നമ്മളൊരു മെഷീൻ തന്നെ അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതിനെ റീകണ്ടീഷൻ ചെയ്തെടുക്കുന്നത്. അതേപോലെ ഇവിടെയും ആ ഒരു വ്യക്തിയുടെ ബിഹേവിയർ ഔട്ട് ഓഫ് ഓർഡർ ആയി പോയി കഴിഞ്ഞാൽ അതിനെ റീകണ്ടീഷൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തെറാപ്പിയാണ് CBT എന്ന് പറയുന്നത്. അപ്പം ഈ സ്റ്റെബിലിറ്റിയും ചേഞ്ചും എന്ന് പറയുന്നത് ഡുവൽ ഫോഴ്സസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ? അപ്പൊ ഈ ഒരു ഡുവാലിറ്റി ആക്ച്വലി ഷോസ് ദാറ്റ് ഡെവലപ്മെന്റൽ പെർസ്പെക്റ്റീവ് ഇൻ സൈക്കോളജി. ഡെവലപ്മെന്റൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഷോസ് അല്ലെങ്കിൽ ഇറ്റ് സ്റ്റഡീസ് ഹൗ ബിഹേവിയർ ഇവോൾവ്സ്. ഒരു വ്യക്തിയുടെ ലൈഫിൽ ബിഹേവിയർ എങ്ങനെ ഇവോൾവ് ചെയ്തു വരുന്നു എന്ന്. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ദാറ്റ് വി ഹാവ് ഹിയർ ഇസ് പേർപ്പസ്ഫുൾനെസ്, മറ്റൊരു കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ. അപ്പൊ ഹ്യൂമൻ ബിഹേവിയർ ടിപ്പിക്കലി മനുഷ്യന്റെ ആ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് ഗോൾ ഡയറക്റ്റഡ് ആയിരിക്കും. there will be something that the human is trying to achieve. അതുകൊണ്ടാണ് ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ബിഹേവിയേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സംടൈംസ് നമുക്ക് സീമിംഗ്ലി അല്ലെങ്കിൽ ഇറാഷണൽ ബിഹേവിയർ എന്ന് തോന്നുന്ന ബിഹേവിയറിന് പോലും അതിൻ്റെ മോട്ടിവേഷൻസ് ഉണ്ട് അതിൻ്റെ പിന്നില്. ഒരു വ്യക്തി ക്രൈം ചെയ്യുന്നതിന് പോലും അതിൻ്റെ പിന്നിൽ അതിനൊരു മോട്ടിവേഷൻ ഉണ്ടല്ലേ? ആ ഒരു മോട്ടിവേഷൻ ഇല്ലാതെ ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് ഗോയിങ് ടു എൻഗേജ് ഇൻ എ ക്രൈം. But there are lots of theories like, goal setting theory, self-determination theory, drive theory. ഇങ്ങനെയുള്ള തിയറീസ് ശരിക്കും എക്സ്പ്ലോർ ചെയ്യുന്ന അല്ലെങ്കിൽ ദീസ് തിയറീസ് ടെൽ us എങ്ങനെയാണ് ആ ഒരു ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് നമ്മുടെ ആക്ഷൻസിനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്നുള്ളത്. നമ്മുടെ ആക്ഷൻസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ബിഹേവിയർ തന്നെയാണ്, അല്ലേ? ബിഹേവിയറൽ എക്കോണമിസ്റ്റ് ആൻഡ് ഡിസിഷൻ തിയറിസ്റ്റ് അങ്ങനെയുള്ള എന്താ പറയേണ്ടത് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ they also examine how individuals consider risks and rewards. അവർ എന്തുമാത്രം അവർ പ്രാധാന്യം റിസ്കിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു റിസ്ക് എടുക്കുന്നത് ഇസ് ഇറ്റ് വർത്ത് എന്നുള്ളത്.
അതിന് വേണ്ടിയിട്ടുള്ള ഔട്ട്കം നമുക്ക് കിട്ടുമോ, അതിന് വേണ്ടിയിട്ടുള്ള റിവാർഡ്സ് നമുക്ക് ഉണ്ടാകുമോ എന്നുള്ള ആ കണക്കിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് നമ്മൾ, അതായത് ഇവിടെ ചോയ്സസ് ഉണ്ടല്ലോ, നമുക്ക് ആ ചോയ്സിലേക്ക് ഏതാണ് ഉചിതമായ ചോയ്സ് എന്നെത്തുക, അതാണ് പേർപ്പസ്ഫുൾനെസ് എന്ന് പറയുന്നത്. സോ ആ ഒരു ബിഹേവിയറിന്റെ പേർപ്പസ്ഫുൾനെസ് is actually most evident in adaptive functions. Adaptive functions എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് എന്താണ്, how behavior helps organisms to survive, reproduce and thrive. That's really very important, അല്ലേ? So that's the purposefulness. അപ്പോൾ ബിഹേവിയർ എന്ന് പറയുന്നത് പേർപ്പസ്ഫുൾനെസ് അതിനകത്ത് ഒരു കീ ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇനി നെക്സ്റ്റ് വൺ is integration. Behavior integrates cognition, emotion and action into coherent patterns എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയേണ്ടത്, നമുക്ക് ഓൾറെഡി അറിയാം ആ ഒരു സ്വാധീനം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് ഉള്ള ആ ഒരു സ്വാധീനം അവിടെ വരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ബിഹേവിയർ നോർമലി ടെൻസ് ടു ബി കോഹറന്റ് ആൻഡ് ഇറ്റ് ടെൻസ് ടു ബി ഇന്റഗ്രേറ്റഡ് എന്നുള്ളത്. അവിടെയാണ് ഈ കൊഗ്നിറ്റീവ് സിസ്റ്റം വരുന്നത്, ഇമോഷണൽ, മോട്ടോർ സിസ്റ്റംസ്, ഇതെല്ലാം ദേ ഓൾ വർക്ക് ഇൻ ടാൻഡം, ദേ ഓൾ വർക്ക് ടുഗെദർ. യൂണിഫൈഡ് ആയിട്ടുള്ള ആക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സിസ്റ്റംസ് എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കിയാലോ, ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ നോക്ക്. ആങ്ഷ്യസ് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആ വ്യക്തിയുടെ ഇമോഷണൽ സ്റ്റേറ്റ് ആണ് ഒരു ആങ്ഷ്യസ്നെസ് അവിടെ വരും. ദിസ് പേഴ്സൺ അല്ലെങ്കിൽ ഈ ആങ്ഷ്യസ് ആയിട്ടുള്ള വ്യക്തി സോഷ്യൽ ഗ്യാതറിങ്സ് അവോയ്ഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അത് ബിഹേവിയറൽ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്, അല്ലെ? സോഷ്യൽ ഗ്യാതറിങ്സ് അവോയ്ഡ് ചെയ്യും ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തി. ആൻഡ് ഇത് എങ്ങനെയാണ്, ആ വ്യക്തിയുടെ നെഗറ്റീവ് തോട്ട് പാറ്റേൺസ് ആണ് ഇതിനെ ശരിക്കും സ്വാധീനിക്കുന്നത്. ഈ നെഗറ്റീവ് തോട്ട് പാറ്റേൺസ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് പാർട്ട് ഓഫ് ദ കോഗ്നിഷൻ. അപ്പോൾ ഈ ഒരു ഇന്ററാക്ഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് ഇസ് റിയലി വെരി ക്രിട്ടിക്കൽ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഡിസോർഡേഴ്സ് വിത്ത് കോഹറൻസ് ബ്രേക്ക് ഡൗൺസ്. ഫോർ എക്സാമ്പിൾ ഷിസ്നോഫേനിയയിൽ എന്താണ് സംഭവിക്കുന്നത്? ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള തോട്ട്സ് തന്നെയാണ് ദാറ്റ് ലീഡ്സ് ടു ദ ഇറാറ്റിക് ബിഹേവിയർ. അപ്പോൾ ഈ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ളത് കൊണ്ടാണ് എന്താ പറയേണ്ടത്, സൈക്കോളജിസ്റ്റ് ആർ ഏബിൾ ടു ഡെവലപ്പ് ദ തിയറിറ്റിക്കൽ മോഡൽസ്, അതേപോലെ ആ ഒരു ക്ലിനിക്കൽ ഫ്രെയിംവർക്ക്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ഇന്റഗ്രേറ്റഡ് ബിഹേവിയർ പാറ്റേൺസ് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് കൊണ്ടാണ്. കാരണം ഈ ക്ലിനിക്കൽ ഫ്രെയിംവർക്കിൽ എങ്ങനെയാണ് ശരിക്കും അത് എന്താ പറയേണ്ടത്, ബിക്കോസ് ആ ഒരു ഫ്രെയിംവർക്കിലൂടെ ദർ ഇസ് സം സോർട്ട് ഓഫ് എ പ്രെഡിക്റ്റബിലിറ്റി ഹിയർ. അപ്പൊ അതിന്റെ ആ ഒരു പ്രെഡിക്റ്റബിലിറ്റി, കോസാലിറ്റി ആൻഡ് ആ ഒരു തെറാപ്പി ചെയ്യുന്നത് കൊണ്ട് ഭേദപ്പെടും എന്നുള്ള ആ ഒരു എന്താ പറയേണ്ടത്, ആ ഒരു സാധ്യത എന്തൊക്കെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും ഇവിടെ സാധിക്കും. സോ ഇൻ ഷോർട്ട് വി കുഡ് സേ ബിഹേവിയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് എ കോംപ്ലെക്സ് മൾട്ടി ഡയമെൻഷണൽ കൺസ്ട്രക്ട്, അല്ലേ? ആൻഡ് അതിനെ ബയോളജി, മൈൻഡ് ആൻഡ് എൻവയൺമെന്റ്, ഇത് മൂന്നും കൂടെ സ്വാധീനിച്ചാണ് നമ്മുടെ ആ ഒരു ബിഹേവിയർ ഉണ്ടാകുന്നത്. ആൻഡ് യു ഓൾസോ നീഡ് ടു കീപ് ഇൻ മൈൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ബിഹേവിയറിന്റെ സ്റ്റഡി എന്ന് പറയുന്നത് ഇസ് സെൻട്രൽ ടു സൈക്കോളജി. കാരണം റിസർച്ച് വരുന്നു, ഇന്റർവെൻഷൻ വരുന്നു, എഡ്യൂക്കേഷൻ വരുന്നു, ആൻഡ് പോളിസീസ് ആർ ഓൾസോ മെയ്ഡ് ബേസ്ഡ് ഓൺ. ഓക്കെ, സോ ദിസ് ബ്രിങ്സ് us to the end of the key characteristics of behavior. ആൻഡ് അടുത്തത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ അപ്രോച്ചസ് ടു സൈക്കോളജി ആണ് നമുക്കിനി അടുത്തത് നോക്കാനുള്ളത്. സോ അതിൽ നമുക്ക് സ്ട്രക്ചറലിസം ഉണ്ട്, ബിഹേവിയറിസം ഉണ്ട്, ജസ്റ്റോൾട്ട് സൈക്കോളജി, ബയോളജിക്കൽ അപ്രോച്ച്, സൈക്കോ അനലിറ്റിക് അപ്രോച്ച്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ആൻഡ് കോഗ്നിറ്റീവ് അപ്രോച്ച്. ഇത്രയും നമുക്ക് ഇനി നമ്മുടെ സിലബസിന്റെ ഭാഗമായിട്ട് പഠിക്കാനുണ്ട്. സോ ദിസ് വാസ് ജസ്റ്റ് an introductory ക്ലാസ് for you. ആൻഡ് ഇതാണ് നമ്മുടെ മെയിൻ പോർഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ നമ്മൾ ബിഹേവിയറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒത്തിരി അധികം ഘടകങ്ങൾ ഈ ഓരോ ലെസൺസിലും നമുക്ക് ഉണ്ടാകും. ദാറ്റ്സ് വൈ അത് കോമൺ ആയിട്ട് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തങ്ങ് പോയത്. സോ ഇറ്റ് ബിക്കംസ് ഈസി ഫോർ യു നമ്മൾ ഈ ഓരോന്നിലേക്കും നമ്മൾ കടക്കുമ്പോഴത്തേക്ക്. അപ്പൊ ഈ ഓരോ അപ്രോച്ചും നമ്മൾ നോക്കിയാൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു പെർസ്പെക്റ്റീവ് ആണ് നമുക്ക് ലഭിക്കുന്നത് ഓൺ ഹൗ ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്സസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആൻഡ് സ്റ്റഡീഡ് എന്നാണ്. ഓക്കെ, സംടൈംസ്
വി വിൽ ഓൾസോ സീ ഇപ്പം സ്ട്രക്ചറലിസം, ഓക്കെ, അതിൻ്റെ ഒരു പോരായ്മ പരിഹരിക്കാനായിട്ട് ബിഹേവിയറിസം വന്നു, അതിൻ്റെ ഒരു പോരായ്മ പരിഹരിക്കാനായിട്ട് ജസ്റ്റാൾട്ട് സൈക്കോളജി വന്നു എന്നുള്ള ആ ഒരു രീതിയിലും നമുക്കിതിനെ കാണാം. നമ്മൾ ആ ഒരു രീതിയിലും ഇതിനെ നമ്മൾ നോക്കി തന്നെയായിരിക്കും മുമ്പോട്ട് പോകുക. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ലെസൺസും അതിന്റെ നോട്ട്സും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റ്, മോഡൽ എക്സാംസ് ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് ആ ഒരു എക്സാം റെഡി ആകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് യു ക്യാൻ ഈദർ ജോയിൻ അവർ വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പ്. അപ്പോൾ വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. or you can contact me on the number that's on the screen. ഈ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ഗോൾഡ് ബാച്ച് ജോയിൻ ചെയ്യുന്നതിനും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിനും you can just give me a call or send me a message and I will be there to help you. Thank you very much for watching this lesson and you have a great day ahead. Thank you.